എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അഭൂതപൂർവമായി 21-ൽ വിദഗ്ധമായിട്ടുള്ള അന്ന് നിലവിലിരുന്ന വികസന സാഹചര്യം, അതായത് കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ള സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും വിദഗ്ധമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണം. 47% വോട്ടും 99 സീറ്റ് സംഘടിപ്പിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് തന്റെ സിദ്ധികൾ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് കൈമോശം വന്നു? ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 24-ന് ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിശ്വാസ്യതയിലും ഈ LDFന്റെ രാഷ്ട്രീയ സംവിധാനത്തിലുള്ള വിശ്വാസ്യതയിലും എല്ലാ ജനവിഭാഗങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. മൈനോറിറ്റീസിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വായിച്ച ഒരു ജനവിഭാഗത്തിലും SC കമ്മ്യൂണിറ്റികളിൽ ഉള്ള വ്യത്യാസം ഒഴിച്ച് LDFിലേക്ക് വോട്ടർമാർ ആകർഷിതരായി എന്ന് കാണുന്നില്ല. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ, അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ജനങ്ങൾ വായിച്ചെടുത്തിരിക്കുന്നത് ഈ 3 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായ ഒരു ജനവഞ്ചനയായിട്ട്. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഉദാഹരണത്തിന് മൈനോറിറ്റീസ് എന്തുകൊണ്ട് 21-ൽ നിന്നും അകന്നു പോയിരിക്കുന്നു? 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കണ്ടെത്തിയ കൂട്ടുകെട്ടുകൾ, അദ്ദേഹം ഡൽഹിയിൽ ഹിന്ദുവിന് നൽകിയ പ്രസ്താവനയിൽ വരുത്തിയ നയംമാറ്റം വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. മലപ്പുറം സംസ്ഥാനത്തെ ഒരു അൺലോഫുൾ ആക്ടിവിറ്റീസിന്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ കേന്ദ്രമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ 24-ലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് മാറിയത് മൈനോറിറ്റീസ് തീർത്തും അവിശ്വാസത്തോടുകൂടിയും ഒരു വഞ്ചനയുടെ ഭാഗമായിട്ടുമാണ് കണക്കാക്കി. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. ഇങ്ങോട്ട് ഓടി വരുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസം നേടാനായിട്ട് ഒടുവിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം, അതിനിടയിൽ കൂടി ഭൂരിപക്ഷ സമുദായത്തെ ഒട്ടേറെ ഇപ്പൊ NDAയിലേക്ക് നായർ കമ്മ്യൂണിറ്റിയെയും ഈഴവ കമ്മ്യൂണിറ്റിയെയും വികർഷിച്ചിട്ടുള്ളത് എന്താണ്? പ്രധാനമായിട്ടും കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ ശബരിമല ക്ഷേത്രത്തിൽ തങ്ങൾ തന്നെ നിയോഗിച്ച 3 ഭരണസമിതികൾ പട്ടപ്പകൽ അവിടുത്തെ സ്വർണം മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ നിയമനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാണ്. ചരിത്രത്തിലില്ലാത്ത വിധ ശബരിമല കൊള്ള എന്റെ ഭരണകാലത്ത് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാനതിൽ ഖേദിക്കുന്നു എന്ന് വിശ്വാസികളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എവിടെയെങ്കിലും ഉള്ള ഒരു സഹകരണ ബാങ്ക് കൊള്ള ചെയ്തതുപോലെ കൊള്ള ചെയ്തെങ്കിൽ കൊള്ള ചെയ്തു, അത് ഹൈക്കോടതി നോക്കിക്കൊള്ളും എന്ന സമാധാനത്തിലാണ് അവസാനം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. യു ഹാവ് ടു ടെൻഡർ ആൻ അപ്പോളജി. അതുപോലും നൽകാതെ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിക്കെതിരായി വെറുപ്പിച്ചെടുത്തതിന്റെ വ്യക്തിഗത ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും അദ്ദേഹത്തിന് ഒഴിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന് ശേഷം തന്റെ മുന്നണിയെ നയിക്കുന്ന കേരളത്തിൽ മുഴുവൻ 500-ലധികം ഹോർഡിങ്ങുകളിൽ 30 അടി ഉയരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ലോഡ് ഷെഡിംഗ് കേരളത്തിൽ 10 കൊല്ലം ഞാൻ ഒഴിവാക്കി എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ പവർ സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 250 മെഗാവാട്ട് കോൺട്രാക്ട് ചെയ്യാനുള്ള നിസ്സാരമായ ഒരു നടപടി പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? ഈ ഭരണപരാജയം ഞാൻ തുറന്നു പറയുന്നു ശ്രീ വിനു, ഇന്ന് രാത്രി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ തുറന്നു പറയുന്നു, എന്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെന്റിൽ കണ്ടിട്ടുണ്ട്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. 24-ന് ശേഷം കേരളത്തിൽ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ നടക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ 40-50 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? നാണക്കേടാണ്. നിങ്ങളൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈ നവകേരള സദസ്സിന്റെ ചെലവ് എങ്ങനെയാണ് എടുത്തത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബസ് ഓടിച്ചു പോയിട്ട് 20 മന്ത്രിമാർ ജനങ്ങളെ ഫേസ് ചെയ്യാണ്. അന്ന് ഗവൺമെന്റിൽ ഇറങ്ങിയ ഉത്തരവിൽ വളരെ വിചിത്രമായ ഒരു കാര്യം ഒരു ശത്രുവിനെ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനായിട്ട് സബ് കളക്ടർമാരും കലക്ടർമാരും അവിടെയുള്ള ക്വാറിക്കാരുടെ കയ്യിൽ നിന്നും പെട്രോൾ ബങ്കുകാരുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ട് മൃഷ്ടാന്ന ഭോജനം വാങ്ങി കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കിയ അവസ്ഥയാണ്. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. പിരിവെടുത്ത് പൗരപ്രമുഖന്മാർക്ക്
പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പ് രാവിലെ ടേബിളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം, മുറിയിൽ കൊണ്ട് ചെന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. നിങ്ങൾ ഉത്തരവെടുത്ത് വായിച്ചു നോക്കൂ. എന്താ പറഞ്ഞത് ശരിയല്ലേ? അത്താഴത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് ഉത്തരവ് പറയാതിരുന്നത് വളരെ നന്നായി പോയി. കാരണം ഔചിത്യം അത്രയെങ്കിലും കാണും. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. 13 ഇനങ്ങൾക്ക് സബ്സിഡി വിതരണം നടത്തുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 3300 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ കർഷകർക്ക് 240 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. കേരളത്തിലെ മരുന്ന് വിതരണക്കാർക്ക്, മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് വിതരണം ചെയ്യുന്നവർക്ക് 500-ലധികം കോടി രൂപ കൊടുക്കാൻ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഈ തുകകളെല്ലാം കുടിശ്ശിക ഇട്ടുകൊണ്ട് 40,000 കോടിയിൽ പരം കുടിശ്ശിക ഇട്ടുകൊണ്ട് 250 കോടി കേരള സർക്കാർ കടമെടുത്ത കിഫ്ബിയുടെ പണം കൊണ്ട് കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ. ഹോർഡിങ്സും ബാനറുകളും കിഫ്ബിയുടെ യന്ത്രമനുഷ്യനും അതുപോലെ തന്നെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ചുള്ള പരസ്യങ്ങളും സംപ്രേഷണം ചെയ്യാനുള്ള തൊലിക്കെട്ട്, എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. അതിനുള്ള അത് കാണിക്കാനുള്ള എന്താ പറയാ ഉളുപ്പില്ലായ്മ, അതിന് ജനങ്ങൾ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഈ കണ്ട ഫിഗേഴ്സിൽ ഇൻവോൾവ് അല്ല. പൂർണ്ണ തിരസ്കാരമാണ് 4-ാം തീയതി വരാൻ പോകുന്നത്. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ പെർഫോമൻസ് നോക്കിയാൽ അഭൂതപൂർവമായ വിജയമാണ് UDF നേടിയത്. 48 ഡിവിഷനുകളിൽ അവരധികം ചെയ്യും. അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ കാണുന്നത് 355 കൗൺസിലേഴ്സ് LDF-നേക്കാൾ കൂടുതൽ അവർ ജയിച്ചിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചിൽ. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കാം, ഗവൺമെന്റിനോടുള്ള വോട്ടർമാരുടെ വിപ്രതിപത്തി കൃത്യമാണ്. കാരണം മാക്സിമം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന 65 സീറ്റാണ്. 65 എന്ന് പറഞ്ഞാൽ തന്നെ എത്ര സീറ്റ് നഷ്ടപ്പെട്ടു? അസംബ്ലി സീറ്റ് 99-ൽ നിന്നും 65-ലേക്ക് ഏകദേശം 1/3 കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് തുടർ ഭരണത്തിന്റെ അവകാശവാദങ്ങൾ അതുകൊണ്ട് ഈ തദ്ദേശ ഭരണ ഫലങ്ങളുമായിട്ട് കൃത്യമായിട്ട് ജെല്ല് ചെയ്യുന്ന ഒരു എക്സിറ്റ് പോൾ റിസൾട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും പരിചിതമായ കാരണങ്ങൾ തന്നെയാണ്. ഒന്ന് ഭരണവിരുദ്ധത, എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരിയും ഒരുമിച്ച കൊട്ട. 2 ഗവൺമെന്റിലെ വ്യക്തികളുടെ പ്രവർത്തനത്തോടുള്ള വോട്ടർമാരുടെ സ്പെസിഫിക് ആയിട്ടുള്ള വിപ്രതിപത്തി. സർക്കാരിന്റെ കാര്യം ഇവിടെ മുണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ സംഭവിച്ച ഒഴിവാക്കേണ്ടതായിരുന്ന ഒരുപാട് പ്രസ്താവനകൾ, ഒരുപാട് ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പൊതു പ്രൊണൗൺസ്മെന്റ്, ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഓർത്തോ. അതുപോലെ സാമുദായിക ഘടകങ്ങൾ, സമുദായങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗവൺമെന്റിൽ നിന്നും പ്രത്യേക കാരണങ്ങളാൽ അകന്നുപോയത്, ആർക്കും പറ്റും ഒന്നൊന്നുമല്ല അബദ്ധേ പറ്റൂ. അതുപോലെ പുറത്തേക്ക് തന്നെ വന്ന ഒരു മുന്നണി എന്ന അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സെപ്റ്റംബർ 2024 ശേഷം ഒരു MLA മുന്നണി വിട്ട് പുറത്തു വന്ന് ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയ ഇമ്പാക്ട്, ഇതെല്ലാം തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.